ഇന്ന് രുചികരമായ ഒരു പായസം റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഈ ഓണത്തിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പായസം തയ്യാറാക്കണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി പായസം. നമ്മൾ മത്തൻ വെച്ചിട്ടാണ് ഈ ഒരു പായസം തയ്യാറാക്കാനായിട്ട് പോകുന്നത്. നല്ല ടേസ്റ്റാണ് മത്തൻ കൊണ്ടുള്ള ഈ ഒരു പായസം. ഒരു തവണ തയ്യാറാക്കിയാൽ കൂട്ടുകാർ വീണ്ടും തയ്യാറാക്കാൻ ആഗ്രഹിക്കുകയും കൂടി ചെയ്യുന്ന അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂട്ടാണ് പങ്കുവയ്ക്കുന്നത്. രുചികരമായിട്ടുള്ള ഈ ഒരു പായസത്തിൻ്റെ റെസിപ്പി തയ്യാറാക്കുന്ന വിധം നമുക്ക് വേഗത്തിലൊന്ന് കണ്ടിട്ട് വന്നാലോ. ഈ പായസം തയ്യാറാക്കി എടുക്കുന്നതിന് ഇതേ വലിപ്പമുള്ള ഒരു കഷ്ണം മത്തൻ ആവശ്യമുണ്ട്. നല്ല വിളഞ്ഞിട്ടുള്ള കളറുള്ള മത്തനാണെങ്കിൽ പായസത്തിന് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇത് അത്ര വിളഞ്ഞിട്ടുള്ള മത്തനല്ല എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് നുറുക്കിയെടുക്കണം. ലേശം വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒരു വിസിൽ അടുപ്പിച്ച് വേവിച്ചെടുത്താൽ മതി. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 450 ഗ്രാമോളം ശർക്കര എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട്. 1/4 കപ്പ് അളവിൽ ചൗരിയും കൂടെ ഇതുപോലെ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. ഈ പായസം തയ്യാറാക്കി എടുക്കുമ്പോൾ മത്തൻ്റെ പായസമായതുകൊണ്ട് അധികം ഒരു കുറുക്കമൊന്നും കിട്ടത്തില്ല. തിക്നെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. നമ്മൾ ഇടിയപ്പമൊക്കെ തയ്യാറാക്കാനായിട്ട് എടുക്കുന്ന വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അതിലോട്ട് ലേശം തേങ്ങാപ്പാലും കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. തേങ്ങയുടെ 2ാം പാലാണ് എടുത്തു വെച്ചിരിക്കുന്നത് 1 കപ്പ് അളവിൽ. മത്തൻ കൊണ്ടുള്ള പായസമായതുകൊണ്ട് നല്ലൊരു കുറുക്കമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ലേശം അരിപ്പൊടിയുടെ മിക്സ് ഇതുപോലെ ചേർത്ത് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് തിക്കായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു കൂട്ടം നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഉരുളിയിലോട്ടൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഗീ ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. കുറച്ച് കാഷ്യൂ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്കിതിനകത്തോട്ട് നാളികേരത്തിൻ്റെ പീസോ അതുപോലെ റേസൻസോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരുന്ന മത്തനൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു വിസിൽ അടുപ്പിച്ചാൽ മതി. അപ്പോൾ തന്നെ നല്ലതുപോലെ വെന്ത് കിട്ടുമല്ലോ. ഇനി പൊട്ടറ്റോ മാഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് മാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഗീയിൽ നമുക്ക് ഈ ഒരു കൂട്ടൊന്ന് വഴറ്റിയെടുക്കണം. വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ആ നെയ്യുമായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചൗരി ഉണ്ടല്ലോ, ആ ഒരു കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കണം. ശർക്കരപ്പാനിയാണ് മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കൈവിടാതെ ഇളക്കി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. നല്ലതുപോലെ ആ ശർക്കരപ്പാനി ചൗരിയിലും അതുപോലെ തന്നെ മത്തൻ്റെ പീസുകളിലൊക്കെ പിടിച്ച് കിട്ടിയാലേ പായസത്തിന് നല്ല ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ശർക്കരപ്പാനി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കണം. ഞാൻ 1 കപ്പ് അളവിൽ തേങ്ങയുടെ 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. മത്തൻ പായസമാകുമ്പോൾ അധികം തിക്കായിട്ട് കിട്ടുകയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിനി അരിപ്പൊടിയുടെ കൂട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയുടെ കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ചെറിയ തീയിൽ കൈവിടാതെ ഇളക്കി കൊടുക്കണം. അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ കുറുകി വരും. അതുപോലെ തന്നെ പാത്രത്തിൻ്റെ അടിക്ക് പിടിക്കാനുള്ള ചാൻസുമുണ്ട്. അപ്പോൾ കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ആ അരിപ്പൊടിയിലുള്ള പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി കിട്ടുകയും വേണം. പായസം ഒത്തിരി തിക്കായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ അരിപ്പൊടി ചേർക്കുന്നത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. പായസത്തിന് ഒരു ഇച്ചിരി തിക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുത്തേക്കുന്നത്. നല്ലതുപോലെ ഒന്ന് കുറുക്കി ഇതുപോലെ ആയി കിട്ടുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. തേങ്ങയുടെ 1ാം പാലും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങയുടെ 1ാം പാൽ ഈ ഒരു ടൈമിൽ ചേർക്കുന്നുണ്ട്. ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന നട്ട്സും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മത്തൻ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മത്തനം കൊണ്ടാണ് ഈ പായസം തയ്യാറാക്കിയതെന്ന് അറിയത്തുപോലുമില്ല. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം തന്നെ. ഓണത്തിന് നമ്മൾ വിവിധതരം പായസം തയ്യാറാക്കിയെടുക്കുമല്ലോ. വ്യത്യസ്തമായതും രുചി കൂട്ട് കൂടുതലുള്ളതുമായ ഈ മത്തൻ പായസം കൂടെ ഈ തവണ ഓണത്തിന് കൂട്ടുകാരൊന്ന് തയ്യാറാക്കി നോക്കണം. പായസം തയ്യാറാക്കി ചൂടോടുകൂടി സെർവ് ചെയ്യുന്നതിനെക്കാട്ടിൽ ലേശം തണുത്ത ശേഷം ഒന്ന് സെർവ് ചെയ്ത് നോക്കിക്ക്. നല്ല തിക്കായിട്ട് തന്നെ നമ്മുടെ പായസം കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമ്മൾ മത്തൻ കൊണ്ട് തയ്യാറാക്കിയെന്നുള്ള ഒരു ഫ്ലേവർ പോലും ഇതിനകത്ത് വരത്തില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം. എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. വീണ്ടും ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള റെസിപ്പി കൂട്ടുമായിട്ട് വളരെ വേഗത്തിൽ തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.